ആഗോള കത്തോലിക്കാ സഭ 2025 ജൂബിലി വർഷമായി ആഘോഷിക്കുകയാണ്. അനുരഞ്ജനത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും വിശുദ്ധ വർഷാഘോഷമായിട്ടാണ് ജൂബിലി വർഷം സഭയിൽ ആരംഭിച്ചു തുടങ്ങിയത്. AD 1300 ബോണിഫസ് 8 മാർപ്പാപ്പയാണ് ജൂബിലി വർഷം ആദ്യമായി ആരംഭിച്ചത്. തുടർന്ന് 100 വർഷത്തിൻ്റെ ഇടവേളകളിൽ ജൂബിലി വർഷങ്ങൾ സഭയിൽ നടന്നു വന്നിരുന്നു. 1342 റോമിലെ വിശ്വാസികൾ അന്നത്തെ മാർപ്പാപ്പയായ ക്ലെമൻ്റ് VI അഭ്യർത്ഥിച്ചതിൻ്റെ ഫലമായി ജൂബിലിയുടെ ഇടവേള 50 വർഷമാക്കി ചുരുക്കി. തുടർന്ന് സഭയെ നയിച്ച പോൾ II മാർപ്പാപ്പ ഈ ജൂബിലിയുടെ ഇടവേള 25 വർഷമാക്കി മാറ്റുകയും ചെയ്തു. 1475 നിക്സസ് IV മാർപ്പാപ്പയാണ് 25 വർഷത്തെ ഇടവേളയിലെ ആദ്യത്തെ ജൂബിലി ആഘോഷം നടത്തിയത്. തുടർന്ന് കൃത്യമായ ഇടവേളകളിൽ സഭയിൽ ജൂബിലി ആഘോഷങ്ങൾ ആചരിച്ചു വരുന്നു. 1900 ലയോ 13 മാർപ്പാപ്പയും 1925 പിയൂസ് 11 മാർപ്പാപ്പയും സാധാരണ ജൂബിലി വർഷം പ്രഖ്യാപിച്ചു. 1933 പിയൂസ് 13 മാർപ്പാപ്പ ഈശോയുടെ മരണത്തിൻ്റെ 1900 വാർഷികത്തോടനുബന്ധിച്ച് ഒരു അസാധാരണ ജൂബിലി വർഷവും പ്രഖ്യാപിച്ചു. 1950 പിയൂസ് 12 മാർപ്പാപ്പയും 1975 പോൾ VI മാർപ്പാപ്പയും സാധാരണ ജൂബിലി വർഷം ആചരിച്ചു. ജോൺ പോൾ II മാർപ്പാപ്പ 1983 ഈശോയുടെ മരണത്തിൻ്റെ 1950 വാർഷികത്തോടനുബന്ധിച്ച് അസാധാരണ ജൂബിലി വർഷവും 2000 മഹാജൂബിലി വർഷവും പ്രഖ്യാപിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ 2015 വത്തിക്കാൻ കൗൺസിലിൻ്റെ 50 വാർഷികത്തോടനുബന്ധിച്ച് ദൈവകരുണയുടെ അസാധാരണ ജൂബിലി വർഷം പ്രഖ്യാപിച്ചു. രക്ഷാകര പദ്ധതിയുടെ ഭാഗമായ ഈശോയുടെ മനുഷ്യാവതാരം നടന്നതിൻ്റെ 2025 വർഷങ്ങൾ പൂർത്തിയാകുന്ന അവസരമാണ് 2025 ആണ്ടിലെ സാധാരണ ജൂബിലി വർഷം. 2024 ഡിസംബർ 24 ക്രിസ്തുമസ് തലേന്ന് ആരംഭിക്കുന്ന ജൂബിലി വർഷം 2026 ജനുവരി 6 ധനഹ തിരുനാളിലാണ് അവസാനിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 2024 ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥനാ വർഷമായി കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരിശുദ്ധ പിതാവിൻ്റെ ആഹ്വാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഈ ജൂബിലി വർഷത്തിനായി നമുക്കൊരുങ്ങാം.